ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മളിത് ബാംഗ്ലൂർ വിട്ട് ഗോവയിലേക്ക് പോവാണ്. ആദ്യം തന്നെ ഇന്നലെ ഞാൻ കാറ് ചാർജ് ഇട്ടായിരുന്നു. നമ്മൾ ധവനം സരോവർ പോട്ടിക്കൊണ്ട് തൊട്ട് സൈഡിലുള്ള തൊട്ട് സൈഡിൽ തന്നെ ടാറ്റയുടെ ചാർജിങ് ഉണ്ട്. സോ കാറ് 100% ചാർജായി. സമയം 5:20, 5:40 ആകുമ്പോൾ നമ്മൾ ബാംഗ്ലൂർ ടു ഗോവ പോകുന്നതായിരിക്കും. പക്ഷേ ഇതൊരു ചലഞ്ചിങ് ട്രിപ്പായിരിക്കും. കാരണം 1-2 ചാർജേഴ്സേ ഉള്ളൂ. ഏകദേശം കൊച്ചി ബാംഗ്ലൂർ ഡിസ്റ്റൻസ് തന്നെ ഉണ്ട്. 550-570 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ചലഞ്ചിങ് ട്രിപ്പ്. ഹോപ്പ്ഫുള്ളി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഗൈസ്, സോ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് 100% ചാർജ് 517 കിലോമീറ്റേഴ്സ് ആണ് കാണിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഫസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ എത്തുമ്പോൾ നമുക്കൊരു 250 കിലോമീറ്റേഴ്സോളം ബാലൻസ്, അല്ലെങ്കിൽ 200 കിലോമീറ്റേഴ്സോളം ബാലൻസ് കാണും. ഇവിടുന്ന് അറൌണ്ട് 260 കിലോമീറ്റേഴ്സ് ആണ് ഫസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ. നമുക്ക് യാത്ര തുടങ്ങാം. സോ ഇത് ലഗേജ് ഫുൾ ലോഡ്. ആൾക്കാർ ബെഡൊക്കെ സെറ്റ് ചെയ്ത് കിടന്നു, കംഫർട്ടബിളായി. ഇനി നമ്മുടെ ഗോവയിലേക്കുള്ള യാത്ര തുടങ്ങുവാണ്. നമ്മുടെ ഫസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ ലൊക്കേഷൻ ആയിട്ടിരിക്കുന്നത് ഏകദേശം 4 മണിക്കൂറാണ്, 283 കിലോമീറ്റേഴ്സ്. പക്ഷേ രാവിലെ തന്നെ ട്രാഫിക്കും ഒക്കെ ബാംഗ്ലൂരിൽ ഇവിടെ നിന്ന് ഇറങ്ങാനാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുംകൂറായി. തുംകൂർ തൊട്ട് അത്യാവശ്യം ട്രാഫിക്കും ഇല്ല, നല്ല ഡ്രൈവാണ്, നല്ല റോഡ്സാണ്. നമ്മളൊരു ആവറേജ് ഒരു 80 to 100 ആണ് ഇവിടെ പിടിക്കാൻ പോകുന്നത്. കാരണം കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ റോഡ്സ് ഭയങ്കര നന്നാവും, സ്പീഡ് കൂട്ടും. ഞാനൊരു എസ്റ്റിമേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഒരു 10% കൂടുമ്പോൾ ഒരു 55 കിലോമീറ്റേഴ്സ് ആണ് കുറയുന്നത് ഈ ഒരു 80-ലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ അത് വണ്ടിയുടെ കംഫർട്ടിന് ഒരു പ്രൈം എക്സാമ്പിളാണ്. ഒരിക്കലും ഉറങ്ങാത്ത ഡാഡി സുഖമായിട്ട് കിടന്നുറങ്ങണു. ഈവൻ പ്രിയ വേദു. ആ ബെഡും സൂപ്പറാണ്, നല്ല കംഫർട്ടബിളാണ് ഈ ലോങ് ജേർണിക്ക്. ആൻഡ് നമ്മൾ ഒരു ആവറേജ് ഒരു 80 to 100 ആണ് ഇപ്പോഴും പോകുന്നത്. വളരെ സ്പീഡ് മാക്സിമം കൺട്രോൾ ചെയ്ത് പോകും. പക്ഷേ ഇത് കണ്ട് ഇപ്പോൾ 90% ചാർജായി 55 കിലോമീറ്റേഴ്സ് ഓടി. സോ ദാറ്റ്സ് ലൈക്ക് എ വെരി ഗുഡ് മൈലേജ് ഈ ഒരു 90 to 100 സ്പീഡിന് വേണ്ടി. ഇനി ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ എനിക്കത് കേരളത്തിൽ മാത്രമേ ആക്ച്വലി നമുക്കിതുപോലെ കാലിയായിട്ടുള്ള സൈഡ് ലാൻഡ്സ് കാണാൻ പറ്റാത്തുള്ളൂ. ബാക്കി എവിടെ പോയാലും സൈഡൊക്കെ കാലിയാണ്. നമ്മുടെ കേരളത്തിൽ അത്രയും സ്ഥലം കുറവാണ്. ഇത് കുറച്ചൊക്കെ ഒരു കേരളത്തിൻ്റെ ലുക്ക് ഉണ്ടെങ്കിൽ പോലും ഇത് കണ്ട ഹൈവേയുടെ സൈഡിലൊക്കെ ഓൾമോസ്റ്റ് ഒന്നുമില്ല. പക്ഷെ കേരളം വിട്ട് കഴിഞ്ഞാൽ വേറെ കിട്ടുന്ന ഒരു സംഭവമാണ് അടിപൊളി 6 ലൈൻ റോഡ്സ്. ഇതും കണ്ട വീണ്ടും നമ്മൾ പോകുമ്പോൾ തോന്നും കേരളം, പക്ഷേ കിട്ടിലൻ റോഡ്സ് ആയിരുന്നു. 6 ലൈൻ റോഡ് ശരിക്കും ഇവിടെയൊക്കെ നമ്മളൊരു 120-130 പോകാൻ തോന്നും. ഇപ്പോൾ 83% 94% ചാർജ്. എന്തായാലും എനിക്കൊന്നൊരു 80% ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 110 കിലോമീറ്ററൊക്കെ കവർ ചെയ്യണം. അതാണ് നമ്മുടെ ഒരു എയിം. പക്ഷേ ഇനി സ്പീഡ് കുറച്ചും കൂടി കൂടുന്തോറും റേഞ്ച് കുറേ സാധ്യതയുണ്ട്. 80% ആയി, 112 എന്നാലും കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 55 കിലോമീറ്റേഴ്സ് ആണ് എവറി 10% കിട്ടുന്നത്. രാവിലെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് ടോൾ റോഡിലൊക്കെ ആയിട്ട് ആണെങ്കിൽ പോലും. ഗൈസ്, ഫസ്റ്റ് ബ്രേക്ക് ആണ്. ഇവിടെ ജസ്റ്റ് ഒരു കോഫി ബ്രേക്ക് മാത്രമേ ഉള്ളൂ. കാരണം ചാർജിങ് സ്റ്റേഷൻ ഇല്ല. ഈ ബാംഗ്ലൂർ ഗോവ റൂട്ടിലുണ്ടല്ലോ അധികം റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല. എസ്പെഷ്യലി ഹുബ്ലി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലയെന്നാണ് കേട്ടെ. അപ്പോൾ ഇവിടുന്ന് ഇനി ഞങ്ങളിപ്പോൾ കറക്റ്റ് 137 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. 2 മണിക്കൂറും 40 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. ചാർജ് ഇപ്പോഴും ഏകദേശം 80% 78% കാണുന്നുണ്ട്. സോ നമ്മളൊരു ചെറിയ കോഫി ബ്രേക്ക് എടുത്ത് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നേരെ അടുത്ത ചാർജിങ് സ്റ്റേഷനിലായിരിക്കും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ചാർജിങ്ങും ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി അവിടുത്തെ ചാർജർ വർക്കിംഗ് ആയിരിക്കും. കാരണം ഈ പോകുന്ന റൂട്ടിൽ 2 ചാർജേഴ്സേ ഉള്ളൂ ഫാസ്റ്റ് ചാർജിങ്. നിങ്ങൾ ബാംഗ്ലൂർ ഗോവ പോകുന്നതാണെങ്കിൽ ഈ ആനന്ദഭവൻ, അടയാർ ആനന്ദഭവൻ മാത്രമേ ഞാൻ നോക്കിയിട്ട് അതൊരു അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉള്ളൂ. നല്ല തിരക്കും ഉണ്ട്. തൽക്കാലത്തേക്ക് ഒരു വടയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു അല്ലേ? ഒരു വട ഒരു ചായ. പക്ഷെ നല്ല റേറ്റ് ആയിട്ട് ഒരു വടയ്ക്ക് ഒരു ചായക്ക് 110 രൂപ. ഭയങ്കര റേറ്റ് ആണ്. അതിൻ്റെ തിരക്ക് ഉണ്ടാകുക. വേറെ ഒരു നല്ല റെസ്റ്റോറൻറ്റ്സും ഇല്ലാത്തതിൻ്റെ ഒരു ഇഫക്റ്റ് ആണിത്. ഈ ഒരു റൂട്ടിൽ അധികം നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല. പക്ഷെ റോഡ് നല്ല അല്ലേ? അടിപൊളി റോഡല്ലേ? റോഡ് നല്ലതാണ്. വേറെ എങ്ങനെ റെസ്റ്റോറൻറ്റ് ഇല്ല. ഞങ്ങൾ ഈ ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് നാട്ടിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇവിടെ ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ നല്ല മഴക്കാർ കാണുന്നുണ്ട്. ഇവിടെ എല്ലാവരുടെയും ഒരു ടെൻഷൻ മഴയത്ത് വല്ല വിഷയം ഉണ്ടെന്നാണ്. ആബ്സല്യൂട്ട്ലി നോ ഇഷ്യൂസ്. നമുക്ക് നല്ല മഴയത്താണെങ്കിലും വെള്ളം ആക്ച്വലി കാർ ഓടിക്കാം. ഈവൻ ഫ്ലഡിൽ കൂടെ ആണെങ്കിൽ പോലും കാറിൻ്റെ അകത്ത് വെള്ളം കയറാൻ സാധ്യത കുറവാണ്. 200 കിലോമീറ്ററാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് 3.5 മണിക്കൂറിൽ. പക്ഷേ 3.5 മണിക്കൂറിൽ 1 മണിക്കൂർ ബാംഗ്ലൂർ സിറ്റി ബ്ലോക്കിൽ പെട്ടു. സോ അതനുസരിച്ച് അത് വിട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡിലാണ് പോകുന്നത്. ഇപ്പോഴും നോക്ക്, അമ്മയും മോനും ഏതോ ഹോട്ടൽ റൂമിൽ കിടക്കുന്ന പോലെ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങുന്നത്. ശരിക്കും സൺറൂഫും കൂടെ തുറന്നു കഴിഞ്ഞുണ്ടല്ലോ, ലിറ്ററലി സ്ലീപ്പിംഗ് ആൻഡ് ഡ്രൈവിംഗ് അണ്ടർ ദി സ്റ്റാർസ് എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും.
മഴ തുടങ്ങിയിട്ടുണ്ട്. റോഡ്സ് എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഹുബ്ലി വരെ എനിക്കൊന്ന് ബാംഗ്ലൂർ ടു ഹുബ്ലി ഭയങ്കര നല്ല റോഡ്സാണ്, പെട്ടെന്ന് ടൈം കവർ ചെയ്യും. വേറൊരു കാര്യം, ഞാൻ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തു, ഓട്ടോ സ്റ്റിയറിങ്ങും കൂടി ഉണ്ട്. സോ ഇത് ലെയിൻ അനുസരിച്ച് കറക്റ്റ്. ഇപ്പോൾ ഇവിടെ വെൽമാർക്ക് ലെയിൻ ആയതുകൊണ്ട് സ്റ്റിയറിങ്ങിൽ കൈ ഞാൻ ജസ്റ്റ് സ്ലൈറ്റായിട്ട് അടി വെച്ചിട്ടേ ഉള്ളൂ. അത് തന്നെ നമ്മുടെ ലെയിനൊക്കെ ഫോളോ ചെയ്ത് പോവും. ഇത് കണ്ട് ഇടയ്ക്ക് അത് പറയും സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ തന്നെ ബ്രേക്ക് ചെയ്യും. ഞാൻ സോ നമ്മൾ 301 കിലോമീറ്റർ 4.5 മണിക്കൂർ, അത് 1 മണിക്കൂർ വിട്ടോ, കാരണം 30 കിലോമീറ്റർ ബാംഗ്ലൂരിൽ ട്രാഫിക്കിൽ പോയി. അപ്പോൾ ശരിക്കും ഒരു 3.5 മണിക്കൂറിൽ നമ്മളൊരു 270 കിലോമീറ്റേഴ്സാണ് കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മൈലേജ് ഇത്രയും കുറവ്, ഒരു 450 ഒക്കെ കിട്ടുന്നുള്ളൂ. ഇനി 28% ഉണ്ട്, നമുക്കൊരു 120 കിലോമീറ്റേഴ്സും കൂടെ കവർ ചെയ്യാം. എന്തായാലും ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് ആണോ നോക്കട്ടെ. ഗൈസ് ഇത് വർക്കിംഗ് അല്ല, പക്ഷേ ഞാൻ ടെൻഷൻ അടിച്ചു വേണ്ട, ഇപ്പം സ്ക്രീൻ ഒന്നുമില്ല. പക്ഷേ ഇത് അവർ ഓഫ് ചെയ്തിടുന്ന, ഇവിടെ വന്ന് പറഞ്ഞാൽ മതി എന്ന്. ഞാൻ മെഷീൻ കംപ്ലൈൻറ്റ് ആണെങ്കിൽ പണി കിട്ടി എന്നുള്ളത്. ഇവരിപ്പം ഓൺ ചെയ്യാൻ ആ ഒരു ആപ്പിളിൽ പോയിട്ടുണ്ട്, നോക്കട്ടെ. വന്നു ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട്, സ്ക്രീൻ ഓൺ ആവുമായിരിക്കും, നോക്കട്ടെ. രക്ഷപ്പെട്ടു. ടെൻഷനായി പോയി. ഇതില്ലെങ്കിൽ ജിയോ പൊതുവേ നല്ല റിലയബിൾ ചാർജറാണ്, കോസ്റ്റും ചീപ്പാണ്. കോസ്റ്റ് വിട്, പക്ഷെ ഇനിയിപ്പോൾ ഇത് ഓണായി, ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ എനിക്കൊന്ന് ഒരു 45 മിനിറ്റ്സ് ഇവിടെ ചാർജ് ചെയ്താൽ നമ്മുടെ ഫുഡും ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്ന ടൈമിൽ ഇതും സെറ്റാവും. അപ്പോൾ വേറെ കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഫുൾ സ്പീഡ് നമുക്ക് കിട്ടും, 60 കിലോവാട്ട് സ്പീഡും കിട്ടും. അപ്പോൾ ചാർജിങ് തുടങ്ങിയിട്ടുണ്ട്, ഭയങ്കര സീംലെസ് ആണ്. ഞാൻ ആപ്പ് വഴി ഞാൻ ചെയ്ത, ഒരു ഡിലേയോ പ്രശ്നമോ ഒന്നുമില്ല. ജിയോയ്ക്ക് നമുക്ക് RFID കാർഡ് കിട്ടില്ല, അപ്പോൾ നമുക്ക് ആപ്പ് വഴി മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എത്ര നേരം ഉണ്ടെന്ന് നോക്കട്ടെ. ഞാനൊരു 80% വരെ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. 100 വരെ ചാർജ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. 80 വരെ ഇതിൽ കാണുന്നതിൻ്റെ ഏകദേശം പകുതി ടൈമേ എടുക്കുകയുള്ളൂ. എന്തായാലും സ്പീഡ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല 60 കിലോവാട്ട് തന്നെ നമുക്ക് മൊത്തം കിട്ടുന്നുണ്ട്. അടിപൊളി. എനിക്കൊന്നൊരു അരമണിക്കൂർ മതി നമുക്ക് 80% ആവാനായിട്ട്. ഇതിൽ ആക്ച്വലി ഇപ്പം നമുക്ക് 80% ആവാനായിട്ടുണ്ടല്ലോ, 100% ആവാനായിട്ട് തന്നെ 1 മണിക്കൂർ മതി എന്ന് പറയുമ്പോൾ നമുക്ക് 500 കിലോമീറ്റർ ഏകദേശം 1 മണിക്കൂറിൽ ചാർജ് ചെയ്ത് ഓടാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ 80% ആണെങ്കിൽ ശരിക്കും ഒരു 30 മിനിറ്റ്സ് മതി. സോ ദാറ്റ്സ് എ വെരി റീസണബിൾ ബ്രേക്ക്. ഒന്ന് ബാത്റൂമിൽ പോയി ഫുഡ് കഴിച്ച് വരുമ്പോൾ അതൊരു നമ്മുടെ ട്രിപ്പ് ഒട്ടും ഡിലേ ആവുന്നില്ല. എസ്പെഷ്യലി ബിക്കോസ് ജിയോൻ്റെ അടിപൊളി ചാർജർ ആയതുകൊണ്ടും ചാർജർ വർക്കിംഗ് ആയതുകൊണ്ടും വേറൊരു കാർ ഇല്ലാത്തതുകൊണ്ടും. വേറൊരു കാർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി സ്പീഡേ കിട്ടുള്ളൂ. സോ എവിടെ മിഡിൽ ഓഫ് നോ വേറാണ് ഈ ജിയോ ഉള്ളത്. ഇങ്ങനത്തെ ഒരു 3 എണ്ണം കൂടെ വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ ഇവിടെ ആ കൂടെ ഉള്ളൊരു റിവ്യൂ നോക്കിയപ്പോൾ NH പ്ലാസ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്, പ്യുവർ വെജാണ്. ഉള്ളതിൽ ഇത് മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ലതല്ല കഴിക്കാൻ പറ്റുന്ന ഫുഡ് കിട്ടുന്നത്. ആ ഡാഡി കഴിച്ചു കഴിഞ്ഞോ? ഓ രക്ഷപ്പെട്ടല്ലോ, അതായിരുന്നല്ലോ വേണ്ട. ചാർജ് ആവുന്നില്ലല്ലോ ഡാഡി. ഞാൻ പോയപ്പോൾ ചാർജർ ഓഫ്, അവർ കറണ്ട് ലാഭിക്കാൻ വേണ്ടി ഓഫ് ചെയ്തിട്ടിരിക്കുക. പറഞ്ഞപ്പോൾ ബാക്കി പോയി ഓൺ ചെയ്തു, ഭയങ്കര സൂപ്പറായി ചാർജ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഗോവ വരെ വെറുതെ അവർ ഓഫ് ചെയ്തിടുന്നതായിരിക്കും, വല്ല മഴയത്തോലെ അടിച്ചു കൊണ്ടാന്നൊക്കെ വിചാരിച്ചേ. ഇനി ഒന്നും മേടിക്കണ്ട, ഒരു 40 മിനിറ്റ്സ് മതി, ഗോവ വരെ എത്തും. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് ഞങ്ങൾ നിർത്തി, 45 മിനിറ്റ്സ്. അപ്പോൾ ഒരു 80%. എന്തായാലും ഞങ്ങൾക്ക് ഗോവയ്ക്ക് ലഞ്ചിന് മുമ്പ് എത്താൻ പറ്റില്ല. സോ ലഞ്ചിനും കൂടെ നിർത്തുമ്പോൾ വേണമെങ്കിൽ ഒരു 15 മിനിറ്റ്സോ 20 മിനിറ്റ്സോ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ശരിക്കും എനിക്ക് എല്ലാ ട്രിപ്പിലും 1 സ്റ്റോപ്പ് മതി. ഇങ്ങനെ ഒരു 500 കിലോമീറ്റേഴ്സിൻ്റെ ഒരു ട്രിപ്പിൽ 1 സ്റ്റോപ്പ് മതി. പക്ഷേ ഞാൻ ഹോൾട്ട് കുറയ്ക്കും. മേ ബി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ബാത്റൂമും കൂടെ ഞങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് എടുത്തുള്ളൂ. സോ അങ്ങനെ നിർത്തി അടുത്ത സ്ഥലത്ത് മേ ബി ഒരു 20 മിനിറ്റ്സ് എടുത്തു. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒരുപാട് നേരം എവിടെയും വെയിറ്റ് ചെയ്യണ്ടല്ലോ. അതിന് നമുക്ക് ഇത്രയും ബ്രേക്സ് എന്തായാലും എടുക്കണം. ബാംഗ്ലൂരിൽ സർപ്രൈസ് ആയിട്ട് അന്തും ഫാമിലിയും വന്നിരുന്നു. ഗോവയിലും ഒരു സർപ്രൈസ് ഉണ്ട്. ആരായിരിക്കും അത്? കണ്ട ഗൈസ്, ഇതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ വേറൊരു കാറ് കൂടെ വന്ന് കുത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് 30 കിലോവാട്ട് സ്പീഡേ കിട്ടുള്ളൂ. സോ ഹാഫായി സ്പീഡ്. ഇതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് ചാർജിങ്ങിൻ്റെ. ഗൈസ് 66%ലാണ് ഞങ്ങൾ പോകുന്നത്. അടുത്ത ഒരു റെസ്റ്റോറൻറ്റ് ഒരു 100 കിലോമീറ്റേഴ്സിലുണ്ട്. ഗോവ വരെ ആക്ച്വലി 220-230 കിലോമീറ്റേഴ്സ് കണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. സോ എങ്ങനെയാണെങ്കിലും വി ആർ ഓക്കെ നൗ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അത്രയും ബ്യൂട്ടിഫുൾ ഒന്നല്ല ഇങ്ങനത്തെ ഒരു ഡ്രൈവ്. എനിക്കൊന്ന് ഗോവയൊക്കെ എത്തിക്കഴിയുമ്പോൾ ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ കർണാടക കോസ്റ്റൽ സൈഡിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് വെറും മരുഭൂമി പോലെയാണ് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൾഫിന്റെ ഒക്കെ ഒരു ഫീലിംഗ്. അടുത്ത നമ്മൾ ലഞ്ചിന് കയറിയിരിക്കുന്നത് എനിക്കൊന്ന് ഈ ഒരു ഏരിയയിലെ ലാസ്റ്റ് ഹോട്ടൽ. ഇനി ഗോവയിൽ എത്തിയാലേ നല്ല ഹോട്ടൽസ് ഉള്ളൂ തോന്നുന്നു. ഗണേഷ് ഹോട്ടൽ ഉള്ളതിൽ നല്ലത് വെജ് തന്നെയാണ്. ഞാൻ എന്തായാലും ഒന്നും കഴിക്കുന്നില്ല, വേദുവിനും കൊടുക്കുക, ഡാഡിക്കും കൊടുത്തിട്ട്
ഇവിടെ സിയോന്റെ ചാർജിങ് ഉണ്ട്, അതും കൂടെ ഒരു കുറച്ച് നേരം ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. പക്ഷെ ഇപ്പൊ കറണ്ട് ഇല്ല. ഇറ്റ്സ് എ നൈറ്റ്മെയർ ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഹോപ്പ്ഫുള്ളി കറണ്ട് വിൽ കം സൂൺ. നമുക്കൊരു 15 മിനിറ്റ് ടോപ്പ് അപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ ഡയറക്റ്റ്ലി പോവാം. ഭാഗ്യത്തിന് കറണ്ട് വന്നു, വേറെ കാറൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് മതി. 40% ചാർജ് ഉണ്ട്. സ്പീഡും അത്യാവശ്യം 50 കിലോ വാട്ടിൻ്റെ അടുത്ത് ചാർജിങ് സ്പീഡും ഉണ്ട്. രക്ഷപ്പെട്ടു. പക്ഷെ ഇങ്ങനെ പെട്ടുപോയാൽ തീർന്നു. ഞാൻ ജസ്റ്റ് 30 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ നിൽക്കുവാണ്. ഞാൻ 30 മിനിറ്റ് കൂടുതൽ എവിടെയും അങ്ങനെ ചാർജ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇവൻ ദോ ഈ റൂട്ടിലെ ഏറ്റവും ചാർജസ് കുറവായതുകൊണ്ട്. കാരണം നമുക്ക് മടുക്കില്ല. ഞങ്ങളൊരു 15 മിനിറ്റിലൊക്കെ ഇന്ന് വേഗം കഴിച്ചു കഴിഞ്ഞു. പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി. കറാച്ചി ബിസ്ക്കറ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് ഇതുപോലെ കറാച്ചി ബിസ്ക്കറ്റ് കണ്ടു. ഞങ്ങൾക്ക് ഹോട്ടലിൽ പോയി ഇരുന്ന് കഴിക്കാനായിട്ട് എൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. കറാച്ചി ബിസ്ക്കറ്റിൻ്റെ കുക്കീസ് വാങ്ങി. സോ അങ്ങനെ കുറച്ച് ടൈം എടുത്തു. ഇനി ഡാഡിയും കൂടെ വരാനുണ്ട്. 30 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്തിട്ട് പോകും. സോ നമുക്ക് ഒട്ടും മടുക്കില്ല ഇങ്ങനത്തെ ചാർജിങ് സ്റ്റോപ്സ് ആകുമ്പോൾ. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇടാം. എൻ്റെ ടോട്ടൽ ചാർജിങ് കോസ്റ്റ് ഏകദേശം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 2400-2500 കിലോമീറ്റർ. നിങ്ങൾ ഗസ് ചെയ്യുക എത്ര രൂപയായിരിക്കും ഈ ഒരു സെയിം ക്ലാസ് ഒരു 50 ലക്ഷം 60 ലക്ഷം വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ബെൻസിൻ്റെ ഒക്കെ ഒരു 10-12 മൈലേജ് ഉള്ള വണ്ടിക്ക് പെട്രോളോ ഡീസൽ ഏതാണെങ്കിലും എത്ര രൂപ വരും ഈ ഒരു ട്രിപ്പ് കഴിയുമ്പോൾ? ഈ വണ്ടിയുടെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം. ഡാഡി എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഗസ് ചെയ്തോട്ടെ. ഞാൻ ഇപ്പം പോയി ചോദിക്കാം. ഉറപ്പായിട്ട് ചെടി പറിക്കാൻ വേണ്ടിയായിരിക്കും പറഞ്ഞ് നിൽക്കുന്നത്. എന്താ ഡാഡി ചെയ്ത ഏതിൻ്റെ? എന്നിട്ട് നല്ല ചെടി അത് നാട്ടിൽ പോയി കിട്ടുമെങ്കിലേ. അല്ല ഡാഡി ഇവിടുന്ന് പറിക്കുന്നില്ലേ? ഇവിടുന്ന് പറിച്ചാലേ ഒരു കഷ്ണം ഒരു കമ്പ് വേണമെങ്കിൽ പറിക്കാം. എനിക്കറിയായിരുന്നു ഡാഡിക്ക് ഇവിടുന്ന് ഒരെണ്ണം പറിക്കണം എന്ന് പറയാ. പറിച്ചിട്ട് വരുന്നുണ്ട് കേട്ടാ ഡാഡി. ഹണ്ടർ ഡാഡി. ചെടികളൊക്കെ മോഷ്ടിച്ചു വെക്കണം എന്നാ? ഓ അങ്ങനെയാണോ? അതുകൊണ്ടാണോ ഡാഡി എല്ലായിടത്തും ചെടി മോഷ്ടിക്കുന്നത്? ഹുബ്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഡൈവേർഷൻ എടുത്തു. ഇനി ചിലപ്പോൾ റോഡ് മോശമായിരിക്കും. കാരണം ഇനി നല്ല ഡിസ്റ്റൻസ് നല്ല ടൈം കാണിക്കുന്നുണ്ട്. കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. ടോൾ റോഡൊക്കെ ആണ്. ഹോപ്പ്ഫുള്ളി കുറച്ചും കൂടെ നല്ല റോഡ്സ് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡാഡി വെൽക്കം ടു ഗോവ. ഗോവയിൽ കയറിയപ്പോ തന്നെ റോഡിന്റെ ക്വാളിറ്റി ഒക്കെ പോയി. പക്ഷെ ഹോപ്പ്ഫുള്ളി നമ്മൾ പോകുന്ന സ്ഥലം അടിപൊളിയായി. സോ നമ്മള് ഹൈവേന്ന് മാറി വേറൊരു ഹൈവേയിലേക്ക് കയറി. പക്ഷെ ഇത് കുറെ ദൂരം ഇനി സിംഗിൾ ലൈൻ റോഡാന്നാ തോന്നുന്നത്. സോ ഇവിടെ കുറെ ടൈം എടുക്കും. പക്ഷെ ഫോറസ്റ്റിന്റെ അകത്തൂടെയോ അങ്ങനത്തെ ഒക്കെ സീനിക് റൈഡാന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നാലും നോക്കട്ടെ. ഹോപ്പ്ഫുള്ളി നമുക്ക് അധികം ലേറ്റ് ആവാതെ തന്നെ ഹോട്ടലിൽ എത്താൻ പറ്റും. ഭംഗിയുണ്ട് കേട്ടാ. ചെറിയ സിംഗിൾ റെയിൻ റോഡ്സ് പോലെ ആണെങ്കിൽ പോലും ഒരു കേരളത്തിന്റെ ഒരു ചായ തോന്നില്ല അടി. റൈഡ് ഭയങ്കര സീനിക് ആണ് കേട്ടോ. നമ്മൾ ആക്ച്വലി 2 മണിക്കൂർ നേരത്തെ ഇറങ്ങിയായിരുന്നെങ്കിൽ കറക്റ്റ് ടൈമിന് നമുക്കൊരു 4:30-5 മണിയാകുമ്പോൾ ഹോട്ടലിൽ എത്താൻ പറ്റിയാനെ. നമ്മൾ കുറച്ച് ലേറ്റ് ആയി. പക്ഷെ എന്നാലും ഇരുട്ടുന്നതിന് മുമ്പ് എത്തും. ബട്ട് ബ്യൂട്ടിഫുൾ. ചെറിയ ചെറിയ റോഡ്സ് ആണെങ്കിലും സ്പീഡിൽ അത്രയും പോകാൻ പറ്റിയില്ലെങ്കിലും റൈഡ് കൊള്ളാം. പക്ഷെ ആ ഗണേഷ് ഹോട്ടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഗോവയിൽ എത്തിയാൽ മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ബിഗ് നെഗറ്റീവ് ആണ്. സോ അത്ര റേഞ്ച് ഇല്ലാത്ത ഒരു 200 ഷുവറായിട്ടും കിട്ടും എന്ന് ഉറപ്പില്ലാത്ത വണ്ടികളൊന്നും ഈ റൂട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. ഇലക്ട്രിക് വണ്ടികൾ ഈ ഭാഗത്ത് ഹൈവേന്ന് മാറി കഴിയുമ്പോഴേക്കും ഫോറസ്റ്റിനുള്ളിൽ കൂടെ നല്ല റോഡ്സ് ആണ്. പക്ഷെ നാരോ റോഡ്സ് ആണ്. എന്നോട് പറഞ്ഞത് ഇവിടെ കുറച്ച് പൊട്ട റോഡ്സ് കിട്ടും എന്നാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് ആക്ച്വലി എന്നോട് പറഞ്ഞിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഏകദേശം കുറെ ദൂരം ഇങ്ങനത്തെ ഒരു പൊട്ട റോഡ് ഉണ്ടെന്ന്. 10-15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെ റോഡ്. എന്നെ കണക്കൂട്ടിൽ ശരിയാണ്. പക്ഷെ ഇത് ഉടനെ തന്നെ ശരിയാവും. ശരിയായി കഴിഞ്ഞാൽ അടിപൊളിയാവും. ആസ് ഓഫ് നൗ ഇറ്റ് ഈസ് വെരി ബാഡ്. അങ്ങനെ ഫൈനലി പ്രോപ്പർ സൗത്ത് ഗോവ എൻട്രി ചെയ്തിട്ടുണ്ട്. ഭയങ്കര തിരക്ക് ആൻഡ് ഭയങ്കര ചെക്കിങ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പോകുന്ന വണ്ടികളിലും മറ്റേ ആൽക്കഹോളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യായിരിക്കും. ഭയങ്കര ക്രൗഡഡ് ആണ്. ഇനി ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഹോട്ടൽ 1 മണിക്കൂറുണ്ട്. ഗോവയിൽ കയറിയിട്ടുണ്ടല്ലോ പിന്നെ റോഡ്സ് ഭയങ്കര അല്ലാണ്. സിംഗിൾ ലൈൻ ആണ്. പക്ഷെ ഭയങ്കര വെൽ ടാർഡ്. നല്ല ഒരു ബൗൺസിനെസ് ഒന്നും ഇല്ലാത്ത റോഡാണ്. സിറ്റി എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒബ്വിയസ്ലി മാറും. പക്ഷെ അതുവരെ സൂപ്പർ റോഡാണ്. ഇത് സൺസെറ്റ് നമുക്ക് ബീച്ചിൽ നിന്ന് കാണാൻ പറ്റില്ല. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ബീച്ചിൽ നിന്ന് സൺസെറ്റ് കാണാം.
ഗായ്സ് വെൽക്കം ടു ഗോവ. ഗോവയിൽ ഞങ്ങളൊരു കിടിലൻ റിസോർട്ടാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് റിസോർട്ട് ഒന്നും ഇന്ന് കാണിക്കുന്നില്ല. ഒരു ചെറിയ സർപ്രൈസ് കൂടെ ഈ വ്ളോഗ് അവസാനിപ്പിക്കാം. റിസോർട്ടിൻ്റെ ഒരു കിടിലൻ വ്ളോഗ് നാളെ വരും. ഒരിക്കലും മിസ് ചെയ്തു. മേ ബി ദ ബെസ്റ്റ് ബുട്ടീക്ക് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ടോപ്പ് 5 ബുട്ടീക്ക് പ്രോപ്പർട്ടീസ് ഇൻ ഇന്ത്യ തന്നെയായിരിക്കും. ഏതാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാം. എന്തായാലും ഒരു സർപ്രൈസിൽ കൂടെ വീഡിയോ അവസാനിപ്പിക്കാം. മോന് ഒരു സർപ്രൈസ് ഉണ്ടല്ലോ. ടബ് ഉണ്ടെന്നാണോ? നോക്കാം. ഓക്കെ, ഭയങ്കര ഹാപ്പി ആവും. ഇതിനൊരു സർപ്രൈസ് ഉണ്ട്. ഡാഡിയുടെ കയ്യിലാണ്. ഡാഡിയുടെ ഫേവറേറ്റ്. ഇപ്പൊ തുറക്കും കേട്ടാ. എന്താ ഇരിക്കുന്നത്? ഡാഡിയുടെ കയ്യിൽ ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. 1 2 വലിയ സർപ്രൈസ് ആണ് ഡാഡിയുടെ കയ്യിൽ വരാൻ പോകുന്നത്. എന്തായിരിക്കും നമുക്ക് നോക്കാം. ബെല്ല് വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു എനിക്ക്. വെൽക്കം ടു മൈ റൂം. ഡാഡിയുടെ കയ്യിലുള്ള സർപ്രൈസ് എവിടെ ഡാഡി? സർപ്രൈസ് ആണല്ലോ ഇവിടെ. സ്വിമ്മിംഗ് പൂളാണ്, പ്ലേ ഏരിയ ആണ്, ഇതൊക്കെ ഉണ്ട്. സർപ്രൈസ് ആണ്. അതാണ് എങ്ങനെ വന്നു നോക്കിയ വേദുനെ കാണാൻ വേണ്ടി മമ്മ ഒറ്റയ്ക്ക് പ്ലെയിൻ പിടിച്ചു, ടാക്സി പിടിച്ചു വന്നു. ആ ഗോ കാണാനായിട്ട്. ഇനി ഗോ പൊളിക്കണം അല്ലേ ഡാഡി? വേണ്ടേ? അപ്പൊ ഹിപ്പി സ്റ്റൈല് ഡ്രസ് ചെയ്യാം. അതെ, അത് മതി. ആ ഡാഡി ബർമുഡ മാത്രം. ബർമുഡ. ആ ഓക്കെ അല്ലേ? ഓക്കെ. അതെ, എന്തായാലും അടിപൊളി. മമ്മി ഗോവ. ആ എങ്ങനെ ഉണ്ടായിരുന്നു ഈ യാത്ര? എത്തി. ഞങ്ങള് കണ്ണടച്ചിട്ടും തുറന്നിട്ടും ഒന്നും എത്തുന്നില്ല. അതെ പ്രിയ, അതെ കിടന്നു ഇരുന്നു എങ്ങനെ നോക്കിയിട്ടും എത്തുന്നില്ല. ഇവിടെ രാവിലെ എനിക്ക് ബോറടിച്ചിട്ട് ഓ വേറെ എന്ത് വേണം? അതാ ഡ്രസ് ചെയ്ത് നമുക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്? വേദു ഭയങ്കര ഷോക്ക്. ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു ഓബിയസ്ലി. പിന്നെ മമ്മിക്ക് ഗോ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. നീ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതുകൊണ്ട് കാറിൽ ഇരിക്കാൻ കുറേ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫ്ലൈറ്റിൽ തിരിച്ച് ഫ്ലൈറ്റിൽ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് എത്തിയത്. അപ്പോൾ അത് സെലിബ്രേറ്റ് വേണ്ടി നമ്മളൊരു കിഡിലൻ റെസ്റ്റോറൻറ്റിലും കൂടെ വന്നിട്ടുണ്ട്. സ്ഥലം ഫിഷ് കാ. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ നല്ല റിവ്യൂസ് ആണ്. നമ്മളിന്ന് ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ട് ദൂരെ ഒന്നും പോകാൻ പറ്റിയില്ല. പക്ഷേ ഭയങ്കര ഓൾമോസ്റ്റ് 3000 റിവ്യൂസ് ഉണ്ട്. നല്ല ഫുഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഷ് സ്ക്വിഡൊക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ട് സ്ക്വിഡ് കേട്ടോ. ഇത് റവ വെച്ച് ക്രിസ്പി ഫ്രൈ ചെയ്തിരിക്കുകയാണ്. അതാണ് ഇത്രയും ക്രിസ്പി. ഞങ്ങൾ പക്ഷെ വിചാരിച്ചു മമ്മി വഴിയെറ്റി പോകുന്നു. എയർപോർട്ട് വരെ തന്നെ വന്ന് സംഭവം. അത് രാവിലെ എത്ര മണിക്കാ? 4 മണിക്ക്. ഈ ധൈര്യം ഇല്ല. കാരണം രാവിലെ 3 മണിക്ക് ഫ്ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഗോവയിൽ ആദ്യമായിട്ട് വരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ടാക്സി പിടിച്ച് കറക്റ്റ് ഹോട്ടലിൽ എത്തുന്നു. ഇനി ഇതുപോലെ തന്നെ മമ്മി ആംസ്റ്റർഡാമും വരണം മമ്മി, അല്ലേ? പോവല്ലോ, വരുന്ന്. ഞങ്ങള് കാണും ആ ടൈമിൽ അവിടെ. ആ പോകുന്ന ഹോട്ടലിലേക്ക് വരുക ഇതുപോലെ. അത്രേ ഉള്ളൂ. വെൽക്കം ടു ഗോവ വിത്ത് പിന്നക്കൊള്ളാടാ. ഓ വൈബാണല്ലേ. നമ്മൾ ബാംഗ്ലൂർ പോണത് വിചാരിക്കും. ബാംഗ്ലൂർ പോകുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഗോവ വരേണ്ടത് വിചാരിക്കും. വീണ്ടും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പക്ഷെ സൗത്ത് ഗോവയാണ് ബെസ്റ്റ്. നമ്മളിപ്പോൾ ഈ ഉള്ള സ്ഥലം ക്രൗഡ് ഇല്ല, നല്ല റെസ്റ്റോറൻറ്റ്സ്. നമ്മൾ രൺബീർ കപൂർ കഴിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. ഇതുണ്ടല്ലോ ഭയങ്കര ഒരു സോസി വിനേഗറി ടേസ്റ്റ് ഉള്ള ഒരു ഗോവൻ പുലാവ് ആണ്. വിത്ത് സോസേജസ്, സോ ഗുഡ്. അതിലൂടെ ചില്ലി പോക്ക് നല്ല ടേസ്റ്റില്. ഭയങ്കര ഒരു ഫ്ലേവർ അല്ലേ, പാക്ഡ് വിത്ത് ഫ്ലേവർ. കുറച്ച് സ്പൈസിയാ. ആൻഡ് ഇത് മലായ് കോഫ്ത ആൻഡ് റോട്ടി. ഇവർക്ക്
ഇന്ന് ഫസ്റ്റ് ഗോവ വന്നിട്ട് കഴിക്കേണ്ട ഒരു സാധനം കൂടെയാണ് ബബിങ്ക. മമ്മി കഴിക്കാം ആദ്യം. മമ്മി അല്ലേ ഫസ്റ്റ് പോകുന്നത്. വെൽക്കം ടു ഗോവ മമ്മി. താഴെപ്പോയി കിട്ടിയാ? കൊള്ളാമോ? വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. ഇത് നമ്മുടെ നാട്ടിലെ ഇലയുടെ പോലെ. അതിന് തേങ്ങ ഒന്നും ഇടുന്നില്ല എന്നുള്ളൂ. മുട്ടയൊക്കെ ഉണ്ട്, എഗ് യോക്ക് ഒക്കെ ഉണ്ട്. കോക്കനട്ട് മിൽക്ക്, എഗ് യോക്ക്. അപ്പൊ ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഡേ ഇൻ ഗോവ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവ് ആയിരുന്നു കേട്ടോ. എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു ചാർജർ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പെട്ടുപോയാൽ, വർക്കിംഗ് അല്ലായിരുന്നെങ്കിൽ ഉള്ള ചാർജേഴ്സ് തന്നെ. സോ EVs ആയിട്ട് വരുന്നവർ എസ്പെഷ്യലി ബാംഗ്ലൂർ ഗോവയൊക്കെ നന്നായി പ്ലാൻ ചെയ്ത് വരിക. ഇറ്റ്സ് എ ഹൈ റിസ്ക് ട്രിപ്പ്. പക്ഷേ ഓബിയസ്ലി നമ്മൾ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് അറിയാം ഇലക്ട്രിക് വണ്ടി നമ്മളൊരു ഫസ്റ്റ് അഡോപ്റ്റേഴ്സ് ആണ്, അതിനുള്ള റിസ്ക് കാണും. സോ പേഷ്യൻസ് ഇസ് എ മസ്റ്റ്. ആൻഡ് എന്തായാലും മമ്മിയുടെ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇനി നാളെ ഈ ഹോട്ടൽ കാണാം. അടിപൊളി സംഭവമാണ്. ഹോട്ടലിൽ തിയേറ്റർ വരെ ഉണ്ട്. അതൊക്കെ നാളെ കാണാം. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.